Vototam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. Co-powered by Amrithveni. അമൃത്വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. 2019 ഇടതുമുന്നണിക്ക് ആശ്വാസ ജയം സമ്മാനിച്ച മണ്ഡലമാണ് ആലപ്പുഴ. അവിടെയാണ് വോട്ടോട്ടത്തിന്റെ ഇന്നത്തെ പര്യടനം. അവിടുത്തെ ജനങ്ങൾ ഇത്തവണ ആർക്കൊപ്പമാണ്, അവരുടെ പ്രതികരണങ്ങളൊക്കെ നോക്കി വരാം. ഒത്തിരി വികസന സാധ്യത ആലപ്പുഴയ്ക്കുള്ളതാണ്. കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും ഒത്തിരി വികസനങ്ങൾ ചെയ്യാനുള്ള ഒരു ജില്ലയാണ് മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആലപ്പുഴ. ഏറ്റവും അടുത്ത് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അതിരിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ മാക്കേക്കടവ്, നേരിയകടവ് പാലം ആകെയുള്ളതിൻ്റെ ഒരു 2% പണികൾ കൂടിയാണ് അതിൽ തീരാനുള്ളത്. ഒരു ലിൻഡിൽ മാത്രം ഇന്ന് വന്നാൽ മതി. ആലപ്പുഴ ജില്ലയുടെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രകൃതി ഉള്ളതാണ് നമ്മുടെ പെരുമ്പളം. വളരെ വികസന സാധ്യതയുള്ളതും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്നതുമായ ഒരു പ്രദേശമാണ് പെരുമ്പളം. അവർക്ക് കാലാകാലമായി അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് യാത്രാക്ലേശമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ പാലം കൊണ്ടുവന്നത്. എത്രയോ വർഷമായിട്ട് അതിങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങൾ മരവിച്ച് കിടക്കുന്നു. എല്ലാ സമയത്തും വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുന്ന എല്ലാ മുന്നണികളും ഇത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കും എന്ന് പറയുന്നതല്ലാതെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് കാണുന്നില്ല. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ കയറിയിരിക്കുന്ന സർക്കാർ. പക്ഷേ നമ്മളിപ്പോൾ സപ്ലൈകോയിൽ ചെന്നാലും സാധനങ്ങളൊന്നും തന്നെ ഇല്ല. സപ്ലൈകോയിൽ ചെന്നിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ വെറുതെ വരികയാണ്. ഒരു സാധനങ്ങളുമില്ല. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തിയിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ, ഞാൻ തീരദേശവാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പുലിമുട്ടോ യാതൊരു കാരണവശാലും ഒന്നും തന്നെ ഇല്ല. ചില സ്ഥലങ്ങളിൽ മാത്രം പുലിമിട്ടിട്ട് കണ്ടുവരുന്നു. അതല്ലാതെ ഈ സർക്കാരിനെ കൊണ്ട് യാതൊരു ഗുണങ്ങളുമില്ല ഞങ്ങൾക്ക്. ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾ ആദരിക്കുന്ന നരേന്ദ്രമോദിജിക്ക് കൈത്താങ്ങായിട്ട് ആലപ്പുഴയിൽ നല്ലൊരു വികസനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇടതു വലത് 2 മുന്നണികൾ ഈ ആലപ്പുഴ ഭരിച്ചിട്ട് ഒരു വികസനവും കൊണ്ടുവരാതെ 2014 തൊട്ട് ഈ 24 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൊണ്ടുവന്ന വികസനം ഞങ്ങളുടേതായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് അതിവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് നെഹളിക്കുന്ന ഈ ഇടതു വലത് സ്ഥാനാർത്ഥികളെ അമ്പെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസന കുതിപ്പിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമെന്നും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ പാർലമെന്റിൽ മുമ്പ് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ വീണ്ടും മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഈ 2 പാർലമെന്റിൽ നിന്ന് വിജയിച്ചു പോയ 2 സ്ഥാനാർത്ഥികളെയും ഈ മണ്ഡലം പരീക്ഷിച്ചതാണ്. എത്ര വികസന പദ്ധതികളാണ് അവർ ഈ ആലപ്പുഴ പാർലമെന്റിൽ കൊണ്ടുവന്നതെന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആലപ്പുഴ പാർലമെന്റിനെ സംബന്ധിച്ചോളം തീരദേശ മേഖല ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2014 മുതൽ 2024 വരെ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു സർക്കാർ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സർക്കാരാണ്. ആലപ്പുഴ പാർലമെന്റിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന
പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് യാതൊരുവിധ നടപടിയും കൈക്കൊള്ളാത്ത സർക്കാരുകളാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ 42 വർഷമായിട്ട് ആലപ്പുഴ ബൈപ്പാസിൽ ഒരു പുരോഗമനം പോലും അതിനു വേണ്ടി ഉണ്ടായിട്ടില്ല. ആ ആലപ്പുഴ ബൈപ്പാസ് ഈ കേന്ദ്ര സർക്കാർ 2019 ആ കൊറോണ കാലഘട്ടത്തിൽ അത് പൂർത്തീകരിക്കണം എന്ന് തീരുമാനമെടുക്കുന്നു. 2 വർഷം കൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനമായും 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. അതിൽ BJP മുന്നണിക്ക് NDAക്ക് വലിയ കാര്യമൊന്നുമില്ല. അവര് വിജയപ്രതീക്ഷയില്ലാതെ പരമാവധി വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം മാത്രമാണ് നടത്തുന്നത്. കേരളത്തിലെ ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളുള്ളതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ NDAക്കും മോദിക്കും കഴിഞ്ഞിട്ടില്ല. മോദിയുടെ ഗ്യാരണ്ടി വിശ്വസിക്കുന്ന തരത്തിലുള്ള വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ ഉറപ്പുകളൊക്കെ അത് വെള്ളത്തിൽ വരച്ചതുപോലെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രാജ്യത്തെ കോൺഗ്രസ് ഭരിച്ചു മുടിച്ചുവെന്നും അഴിമതി കാണിച്ചുവെന്ന് പറയുന്നതും ഒക്കെ സത്യമാണ്. അവര് വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിലും അവരൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് താഴെ പോയതും പകരം BJP അധികാരത്തിൽ വന്നത്. പക്ഷെ ആ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ തെറ്റായ ഭരണനയം മൂലം ഒട്ടേറെ മുതലാളിമാർ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ആ പണമെല്ലാം തിരിച്ചുപിടിച്ച് ബാങ്ക് അക്കൗണ്ടുള്ള മുഴുവൻ ആളുകൾക്കും 15 ലക്ഷം രൂപ വീതം കൊടുക്കുമെന്നും പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളിപ്പോൾ വെറുതെ പറയുന്നതല്ല, ഇതാണ് സത്യം. അദ്ദേഹം ഉറപ്പ് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി അദ്ദേഹം ഒട്ടും വിജയിച്ചില്ല. എന്നതിന് വേണ്ട അത് നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല, ഒരു കാര്യവും ചെയ്തില്ല. 15 ലക്ഷം രൂപ വീതം സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കും എന്ന് പറഞ്ഞത് നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, ഈ വിദേശത്തുള്ള കള്ളപ്പണം അത് പിടിച്ചെടുക്കാൻ പോലും ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കൂടുതൽ മുതലാളിമാരെ സൃഷ്ടിക്കാനും അവർക്ക് പണം വിദേശത്തെത്തിക്കാനുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാനപുരസരമാണ് KC വേണുഗോപാലിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം ആലപ്പുഴയുടെ MP ആയി 5 കൊല്ലത്തിന് മുമ്പ് 2009 മുതൽ 2019 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന വികസനങ്ങൾ അദ്ദേഹം നടപ്പാക്കിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആലപ്പുഴക്കാരും തന്നെ വിസ്മരിച്ചിട്ടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിൽ 150 കോടി രൂപ ചെലവഴിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി പദവിയിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ഉയർത്തിയത് ശ്രീ KC വേണുഗോപാലാണ്. നെഫ്രോളജി അടക്കമുള്ള, ഗ്യാസ്ട്രോ എൻട്രോളജി അടക്കമുള്ള, ഡെർമറ്റോളജി അടക്കമുള്ള ഒരുപാട് 4-6 ശാഖകൾ ചേർന്നിട്ടുള്ള വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിലേക്ക് അതിനെ ഉയർത്തിയത് ശ്രീ KC വേണുഗോപാലാണ്. അതുപോലെ തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് സ്ഥാപിക്കുവാനും അതിന് ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് ശ്രീ KC വേണുഗോപാലാണ്. ചേർത്തലയിൽ നാഷണൽ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യത്തെ 10ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ആ NPTI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ചേർത്തലയിൽ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് യുവാക്കൾക്ക് ലോകത്തെവിടെയും തൊഴിൽ നേടുവാൻ കഴിയുന്ന പരിശീലന കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു. അതിന് 58 കോടി രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോഴും എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AM ആരിഫ് ആലപ്പുഴയിൽ വിജയിക്കുകയുണ്ടായി. ഇന്ന് അതിനേക്കാൾ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ആലപ്പുഴയിലും നിസ്സാരമായി തന്നെ ഇടതുപക്ഷം വിജയിക്കും. ഞങ്ങളിത് പറയുന്നത് വികസനങ്ങളുടെ നേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ്.
ആലപ്പുഴയുടെ ചരിത്രത്തിൽ 2 എംപിമാർ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു. ആ 2 എംപിമാരെയും വിലയിരുത്തേണ്ടതുണ്ട്. ആരിഫ് കഴിഞ്ഞ 5 വർഷക്കാലമായി ആലപ്പുഴയിൽ MP ആകുമ്പോൾ എന്തായിരുന്നു ആലപ്പുഴയുടെ സ്ഥിതി എന്ന് നാം ഓർക്കണം. ആലപ്പുഴ ബൈപ്പാസ് പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന കാലം, നമ്മുടെ ദേശീയപാത, ആ ദേശീയപാതയുടെ വികസനത്തെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുമില്ല, സ്വപ്നങ്ങൾ പോലും അവസാനിച്ചു നിൽക്കുന്ന കാലമായിരുന്നു. ആരിഫ് വന്നതിന് ശേഷമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വികസനങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഈ ദേശീയപാത വികസനം ഏറ്റെടുക്കുകയും കേന്ദ്ര ഗവൺമെന്റ് ഒരു വെല്ലുവിളിയോടുകൂടി കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾ ഹൈവേ തരാം, പക്ഷേ നിങ്ങൾ സ്ഥലമെടുത്തു തരണം. കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 5600 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുത്തു കൊടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയപാത ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയുടെ ബൈപ്പാസ് ഉണ്ടായത്. എണ്ണി പറയുവാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ആരിഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ NDA സംബന്ധിച്ചിടത്തോളം 400+ എന്ന ലക്ഷ്യത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 40+ എന്ന ലക്ഷ്യത്തിലും ഇവിടുത്തെ ഇടതുപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം 4+ എന്ന ലക്ഷ്യത്തിലും മാത്രം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിലെയും കേരളത്തിലെയും ജനങ്ങൾ ചിന്തിക്കേണ്ടത് 400+ ഒന്നാകണോ അതോ 40+ ഒന്നാകണോ അതോ 4+ ഒന്നാകണോ എന്നാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് INDIA എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ ഇവിടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വികസന കാര്യങ്ങൾ, ഇപ്പം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസിന്റെ പിതൃത്വം ഇപ്പൊ ഈ 2 മുന്നണികളും LDFും UDFും ഒന്നുപോലെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? കഴിഞ്ഞ 35-40 വർഷക്കാലമായിട്ട് ഈ ആലപ്പുഴ ബൈപ്പാസ് പദ്ധതി കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത 5 മന്ത്രിമാർ അടക്കമുണ്ടായിരുന്നിട്ട്, കേന്ദ്രമന്ത്രിമാരടക്കമുണ്ടായിരുന്നിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പദ്ധതി 2014 ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ബൈപ്പാസ്, ഇതും കൊല്ലമടക്കമുള്ള ബൈപ്പാസുകൾ പൂർത്തീകരിച്ചതെന്ന വസ്തുത നമുക്കറിയാവുന്നതാണ്. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. കേരളത്തിലും ജയിച്ചു പോയ UDFിന്റെ കൂടെയുള്ള 18-അംഗ സംഘമായ MPമാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ അനുഭവത്തിൽ നിന്നാണ് കേരളം ഇനി ഈ കേരള വിരുദ്ധ സമീപനക്കാരെ അയച്ചുകൂടാ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗമാണ് അലയടിച്ചു വരുന്നത്. അത് ഇതിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. വലിയ സംശയത്തിനിടയില്ലാത്തൊരു കാര്യമാണല്ലോ അത്. നമ്മുടെ രാജ്യത്ത് ED നടത്തുന്ന പ്രവർത്തനങ്ങൾ, CBI നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ഇൻകം ടാക്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ രാജ്യത്ത് കാര്യങ്ങൾ നീക്കുകയാണ് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. അത് BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ എത്രമാത്രം കേസുകൾ എടുക്കാൻ പറ്റും, കേസുകൾ എങ്ങനെയെല്ലാം എടുക്കാൻ പറ്റും, അതിലൊരു ഗവേഷണം തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരം അന്വേഷണ ഏജൻസികളെ ആകെ. അതുകൊണ്ടാണല്ലോ ചില ഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് പോലും കടുത്ത ഭാഷയിൽ ഇവരുടെ നടപടികളെ വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പരസ്യമായ രഹസ്യമാണ് ഇതെല്ലാം ഇവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണ്. അത് പൊതുയോഗത്തിലെ സംസാരത്തിൽ കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ
വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust. Powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിലുടനീളം എന്തുകൊണ്ട് ജയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ കേരളത്തിലെ മതേതര വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് മറ്റൊന്നുമല്ല, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഈ കേരളത്തിലെയും ഈ രാജ്യത്തെയും ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട മുന്നണിയാണ് എന്ന് കേരളത്തിലെ മതേതര വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്നതിനും ഈ രാജ്യത്തെ പൗരന്മാരെ തുല്യ നീതി നടപ്പാക്കുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനും പരാജയപ്പെട്ട സർക്കാരായി ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ മഹാരാജ്യത്തെ 97 കോടി ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമായി വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത്, രാജ്യത്തിന് ഭരണഘടനയുണ്ടാക്കി, രാജ്യത്തിന് ജനാധിപത്യമുണ്ടാക്കി, രാജ്യം ലോകത്തിന് മുന്നിൽ മതനിരപേക്ഷ ഇന്ത്യയായി ഉയർത്തിക്കാട്ടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷത്താണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് സർക്കാരാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് സർക്കാർ ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെയും രണ്ട് ചേരിയിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെ കൂടെ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാജ്യമെമ്പാടും ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം KC വേണുഗോപാലിന്റെ കയ്യൊപ്പ് ചാർത്തൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. 1996 MLA ആയി തുടങ്ങി MP ആയി കേന്ദ്ര സഹമന്ത്രിയായി ഇരുന്നപ്പോഴൊക്കെ ആലപ്പുഴയെ ഹൃദയത്തോടൊപ്പം ചേർത്തുവെച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധാരണക്കാരന്റെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള നേതാവാണ് KC വേണുഗോപാൽ. വളരെ വലിയ ഒരു ഉത്തരവാദിത്തം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു VIP മണ്ഡലമാക്കി മാറ്റുന്നതിലേറെ പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് KC വേണുഗോപാൽ. ഓരോ മണ്ഡലങ്ങളിലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ചേർത്തലയിൽ ഉൾപ്പെടെ ഒരു പ്രൊഫഷണൽ സ്ഥാപനം, രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രൊഫഷണൽ സ്ഥാപനം തുടങ്ങുന്നതിനും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനും പുന്നപ്പറയിൽ അത്തരത്തിലുള്ള സമഗ്രമായ വികസനത്തിന്, ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് KC തന്റേതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ജനപ്രതിനിധിയായിരുന്നപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ശുദ്ധജലക്ഷാമം രൂക്ഷമായി വർത്തമാന കാലഘട്ടത്തിൽ 100ഓളം സ്കൂളുകൾക്ക് RO കേന്ദ്രങ്ങൾ, പ്രധാനമായിട്ടും ശുദ്ധജലം ശുദ്ധീകരിച്ചുപയോഗിക്കുന്നതിന്റെ പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ KC കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയില് യഥാർത്ഥത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തീരദേശ പാർലമെന്റ് മണ്ഡലമാണ്. ആലപ്പുഴ അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെയാണ് അറബിക്കടലിന്റെ തീരത്തോടുകൂടി കടന്നു പോകുന്ന 100% തീരദേശവാസികൾ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ നിലവിലുള്ള MP
തീരദേശ പ്രദേശത്തിന്റെ വികസനത്തിനും കടൽ കയറുന്ന സമയത്തുള്ള ആ അത്യാഹിതം സംഭവത്ത് പോലും ഒരു കാര്യങ്ങളും തീരദേശ പ്രദേശത്ത് ചെയ്തിട്ടില്ല. അവിടെ ഇന്നും കടൽ കയറ്റം കൊണ്ട് ജനങ്ങൾ ദുരിതത്തിലാണ്. മറിച്ച് തൊട്ടടുത്ത നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടാൽ നാഷണൽ ഹൈവേ വികസനത്തിൽ കായംകുളം പോലുള്ള പ്രദേശത്ത് നടന്ന വികസന മുരടിപ്പ്, അതായത് കായംകുളം പട്ടണത്തെ രണ്ടായി വേർതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ എംപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു കാര്യത്തിലും ഇടപെടാത്ത എംപി കേരളത്തിന്റെ എല്ലാ ബാക്കിയുള്ള എംപിമാരെ അപേക്ഷിച്ച് പാർലമെന്റിൽ പോലും ആലപ്പുഴ ജില്ലയുടെ പ്രശ്നങ്ങൾ ശരിയായ അളവിൽ നിലയിലും അഭിപ്രായം പറയാതെ ഒളിച്ചോടുന്ന എംപി. അദ്ദേഹത്തിന് പാർലമെന്റിലെ അറ്റൻഡൻസ് നില പരിശോധിച്ചാൽ തന്നെ അറിയാം ഈ എംപി ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയ്ക്ക് പറ്റിയ എംപി ആണോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് പറ്റിയ ആളാണോ? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ കക്ഷികൾക്ക് വലിയ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു എംപിയെ അവതരിപ്പിച്ചിട്ട് ഭാഷാ യോഗ്യത പോലും ഇല്ലാത്ത ഒരു എംപിയെ കൊണ്ട് അവതരിപ്പിച്ചിട്ട് ഇന്ത്യയിൽ പാർലമെന്റിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു എംപി ആയിരുന്നു അദ്ദേഹം. BJPയുടെ ലീഡേഴ്സിനെ കണ്ടപ്പോൾ ഗബ്ബർ സിംഗ് വരുന്ന പോലെ കണ്ട് ഞാൻ ഭയന്നുപോയി എന്ന് പറഞ്ഞ ഒരു എംപിയാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയ്ക്ക് നിലവിലുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലമായി പാർലമെന്റിൽ നമ്മുടെ എംപിയുടെ പ്രവർത്തനം സംബന്ധിച്ച് വിലയിരുത്തിയാണെങ്കിൽ കായംകുളത്തിൻ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, കായംകുളത്തെ ബേസിക് ആയിട്ടുള്ളത് കായംകുളത്തെ ദേശീയപാത തന്നെയാണ്. കായംകുളത്തൂടെ കടന്നു പോകുന്ന ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ ശക്തമായ സമരത്തിലാണ്. കാരണം കായംകുളത്ത് ഒരു എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ള നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷമായി ജനങ്ങൾ സമരത്തിലാണ്. ആ സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു അനുഭാവപൂർവമായ യാതൊരു പരിഗണനയും കായംകുളം മണ്ഡലത്തിന് നൽകിയിട്ടില്ല എന്നത് ഇപ്പോൾ നിലവിലുള്ള എംപിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കായംകുളത്തിന്റെ വികസനത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന, കായംകുളത്തിന്റെ പ്രാചീനമായ ചരിത്രത്തിനെയും ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു വലിയ വികസന പദ്ധതിയാണ് നാഷണൽ ഹൈവേ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. ഇപ്പൊ കായംകുളത്തെ വെട്ടിമുറിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എംപിയെയും MLAയും അതേപോലെ നഗരസഭയും സമീപിച്ച് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ജനകീയ കൂട്ടായ്മകളും സോഷ്യൽ ഫോറം അടക്കമുള്ള സംഘടനകൾ അവരെ തെര്യപ്പെടുത്തിയിട്ടും കായംകുളത്തൊക്കെ കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് കായംകുളത്ത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നിർമ്മിക്കുന്നതിന് അനുഭാവപൂർവമായ പരിഗണന എംപിയും MLAയും നൽകിയിട്ടില്ല. അത് തീർച്ചയായും കായംകുളത്തോട് കാണിക്കുന്ന വലിയ അവഗണന തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിനെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നത്. ഫാസിസവും അതിശക്തമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കടമ കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുസമൂഹത്തിനുണ്ട്. തീർച്ചയായും രാജ്യം പൈതൃകമായി കാത്തുസൂക്ഷിച്ചിരുന്ന ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഫാസിസം അതിശക്തമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ മതേതര വിശ്വാസികൾ, രാജ്യത്ത് ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെയുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന 2 സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ്. ഒപ്പം കായംകുളത്തിന്റെ പ്രാദേശിക വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുകയാണ്. കായംകുളത്തെ ദേശീയപാതയുടെ വികസനം ഹരിപ്പാടും ചേപ്പാടും കരുനാഗപ്പള്ളിയിലും പില്ലർ എലിവേറ്റഡ് ഹൈവേ വന്നപ്പോൾ കായംകുളത്തെ തഴയപ്പെട്ടു. കായംകുളത്തിന്റെ പൗരാണിക പ്രാധാന്യമുള്ള കായംകുളം പട്ടണത്തെ 2ആയി വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു. കായംകുളത്ത് വരും തലമുറയോട് പോലും എംപിയും MLAയും കായംകുളം നഗരഭരണ നേതൃത്വവും വൻ ചതിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് KC വേണുഗോപാലിന് വോട്ട് ചെയ്യേണ്ടത്? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ചോദ്യം പ്രതിപക്ഷ ആളുകളും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കാൻ ഇടയുണ്ടെങ്കിൽ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ മതേതരത്വവും ഈ രാജ്യത്ത് ഭരണഘടനയും ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ
ഈ രാജ്യം നമ്മൾ ബഹുസ്വരതയോടുകൂടി ഈ രാജ്യത്ത് മതം, വർഗം, ജാതി, ഭാഷ ഇവയെല്ലാം കൂടെ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ ഒരു രാജ്യം ഇങ്ങനെ തന്നെ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ്